السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. और मुहाजिरीन और अंसार में से മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും സത്യവിശ്വാസത്തിൽ മുൻകടന്ന ആദിമവിശ്വാസികളും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരുമാരോ അവരെ സംബന്ധിച്ച് അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു. അവർ അവനെ സംബന്ധിച്ചും സംതൃപ്തനായിരിക്കുന്നു. അവൻ അവർക്ക് താഴോരത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ അതിൽ ശാശ്വതവാസികളായിരിക്കുന്നതാണ്. അതെത്ര മഹത്തായ വിജയം. ഈ ആയത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ മുൻകടന്ന് കഴിഞ്ഞവരാണ്. അവർ ആത്മീയ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉയരത്തിലാണ്. തങ്ങളുടെ ഈമാന്റെ നിലവാരം അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മറ്റെല്ലാവരെയും പിന്നിലാക്കിയവരായിരുന്നു അവർ. ഇവർ ഏറ്റവും ആദ്യം വിശ്വസിച്ചു. മറ്റുള്ളവർക്ക് പിന്തുടർന്നു വരുന്നവർക്ക് പിന്നീട് വരുന്നവർക്ക് തങ്ങളുടെ ജീവിതം മാതൃകയായി വിട്ടേച്ചു പോവുകയും ചെയ്തു. മറ്റുള്ളവർ അവരുടെ മാതൃകയെ അനുകരിക്കുന്നതിനു വേണ്ടി. അള്ളാഹു ഇവിടെ സഹാബാക്കളെ പിന്നീട് വരുന്നവർക്കായി അനുകരണയോഗ്യരായ ഒരു മാതൃക ആക്കിയിരിക്കുകയാണ്. ഇപ്രകാരം പ്രഖ്യാപിച്ചു: അള്ളാഹു അവരുടെ ഈമാന്റെ നിലവാരത്തിലും അവരുടെ കർമ്മങ്ങൾ കൊണ്ടും തൃപ്തനായി. ഏതൊന്നാണോ അവർ അനുഷ്ഠിച്ചു കാണിച്ചത് അവരും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റി. എല്ലാ അവസ്ഥയിലും അവർ അള്ളാഹുവിന്റെ നന്ദിയുള്ള ദാസന്മാരിൽ ഉൾപ്പെട്ടവരായി തീർന്നു. അള്ളാഹു പറയുന്നു: ആരാണോ ഈ മാതൃക അനുസരിച്ച് ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈമാനും ഇഖ്ലാസും ആത്മാർത്ഥതയും
സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹുവിന്റെ പാരിതോഷികങ്ങൾ കരസ്ഥമാക്കുന്നവരായി തീരും. അള്ളാഹു സഹാബാക്കളുടെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ പിൻപറ്റുന്നത് നേർമാർഗം പ്രാപിക്കുന്നതിനുള്ള മാർഗമായി മാറ്റിയിരിക്കുന്നു. ഒരു ഹദീസിൽ വരുന്നു, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ സഹാബാക്കളിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പോൾ അള്ളാഹു എനിക്ക് പ്രകാരം വഹി നൽകി, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ സഹാബാക്കൾക്ക് എന്റെ പക്കൽ അത്തരത്തിലുള്ള സ്ഥാനമാണുള്ളത് ഏതുപോലെയാണോ ആകാശത്തിൽ നക്ഷത്രങ്ങളുള്ളത്. ചിലർ ചിലരേക്കാൾ പ്രകാശിതരാണ്, എന്നാൽ പ്രകാശം എല്ലാവരിലും ഉണ്ട്. ആരാണോ നിന്റെ ഏതെങ്കിലും ഒരു സഹാബിയെ പിൻപറ്റിയത്, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേർമാർഗം പ്രാപിച്ചവനാണ്. അള്ളാഹുവിന്റെ പക്കൽ അയാൾ നേർമാർഗം പ്രാപിച്ച ആൾ തന്നെയാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം കൂടി പറഞ്ഞു, ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ നിങ്ങൾ ആരെ തന്നെ പിൻപറ്റിയാലും ശരി, നേർമാർഗം പ്രാപിച്ചവരായി തീരും. അള്ളാഹു ഈ സ്ഥാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് നൽകിയിരിക്കുന്നു. ഇവരിൽ എല്ലാവരും നമുക്ക് മാർഗദീപങ്ങളാണ്. സഹാബാക്കളുടെ സ്ഥാനവും മാനവും അള്ളാഹു അവരിൽ തൃപ്തനായതിനെക്കുറിച്ചും ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടും ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സഹാബായെ കറാം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മാർഗത്തിൽ അത്തരം ആത്മാർത്ഥത കാണിച്ചു. അവർക്ക് റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന ശബ്ദം സാധിച്ചു. ഈ ഉന്നതമായ സ്ഥാനം അത് സഹാബാക്കൾക്കാണ് ലഭിച്ചത്. അതായത് അള്ളാഹു അവരിൽ തൃപ്തനായി, അവർ അള്ളാഹുവിലും തൃപ്തരായി. ഈ സ്ഥാനത്തിന്റെ ശ്രേഷ്ഠതയും പരിപൂർണതയും വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമല്ല. ഇതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്, ഇതിന്റെ പരിപൂർണത എത്രത്തോളമുണ്ട് എന്നതൊക്കെ വാക്കുകൾ ഈ കാര്യം ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല. പറയുന്നു, അള്ളാഹുവിൽ തൃപ്തരാവുക എന്നത് മനുഷ്യന്റെ ജോലിയിൽപ്പെട്ടതല്ല, മറിച്ച് ഇത് തവക്കലുന്റെയും അള്ളാഹുമായുള്ള ബന്ധത്തിന്റെയും അനുസരണത്തിന്റെയും പ്രീതിയുടെയും ഉന്നതമായ സ്ഥാനമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന് ഒരു വിധത്തിലുള്ള പരാതിയും പരിഭവവും തന്റെ യജമാനെ കുറിച്ച് ഉണ്ടാവുകയില്ല. അള്ളാഹു തന്റെ ദാസനെ കുറിച്ച് തൃപ്തനായി എന്നത് ദാസന്റെ കൂറിന്റെയും സത്യസന്ധതയുടെയും പരിപൂർണതയുടെയും നിലവാരമാണ്. അതുപോലെ തന്നെ ഉന്നത നിലയിലുള്ള പരിശുദ്ധിയുടെയുമാണ് പരിപൂർണമായ അനുസരണവുമാണ് ഇത് കാണിക്കുന്നത്. പറയുന്നു, ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, സഹാബാക്കൾ മാരിഫത്തിന്റെയും ദൈവിക മാർഗത്തിലുള്ള പ്രയാണത്തിന്റെയും എല്ലാ സ്ഥാനങ്ങളും പിന്നിട്ട് കഴിഞ്ഞിരുന്നു, എല്ലാ ഘട്ടങ്ങളും പിന്നിട്ട് കഴിഞ്ഞിരുന്നു. വീണ്ടും വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, അള്ളാഹു നിങ്ങളിൽ തൃപ്തനാകുന്നതിനു വേണ്ടി നമ്മെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ അവനിൽ തൃപ്തരാവുകയും ചെയ്യുന്നതിനു വേണ്ടി. അതായത് അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും ഒരു വിധത്തിലുള്ള പരാതിയും ഉണ്ടാകാതിരിക്കേണ്ടതാണ്. അതുപോലെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി തങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അതിന്റെ പരിപൂർണതയിൽ എത്തിക്കേണ്ടതാണ്. തങ്ങളുടെ പരിശുദ്ധിയുടെ നിലവാരവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. വിശുദ്ധിയെയും ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അനുസരണത്തിന്റെയും ഉന്നതമായ നിലവാരം സ്ഥാപിക്കണം. പറയുന്നു,
അള്ളാഹു നിങ്ങളിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തൃപ്തിപ്പെടും, നിങ്ങൾ അവനിലും തൃപ്തിപ്പെടുക. പിന്നീട് അവൻ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സംസാരത്തിലും ബർക്കത്ത് വെക്കും. ഈ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ ബർക്കത്തുകൾ ലഭിക്കും. സഹാബാക്കൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ്. അഥവാ നാം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവരുടെ പരസ്പരം ഉള്ള അഭിപ്രായ വ്യത്യാസം എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു അവരെ അനുകരണയോഗ്യരും പ്രകാശിത നക്ഷത്രങ്ങളും എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ തന്റെ സഹാബാക്കളുടെ ഉന്നത സ്ഥാനത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, എന്റെ സഹാബാക്കളെ കുറിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അവരെ കൊത്തിവാക്കിനും കൊള്ളിവാക്കിനും ഇരയാക്കാതിരിക്കുകയും ചെയ്യുക. ആരാണോ അവരെ സ്നേഹിക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ എന്നോടുള്ള സ്നേഹം കാരണമാണ് അത് ചെയ്യുന്നത്. ഏതൊരാളാണോ അയാളോട് വിദ്വേഷം പുലർത്തുന്നത് അയാൾ യഥാർത്ഥത്തിൽ എന്നോടുള്ള വിദ്വേഷം കാരണത്താലാണ് അവരോട് വിദ്വേഷം പുലർത്തുന്നത്. ആരാണോ അവർക്ക് പ്രയാസം ഏൽപ്പിക്കുന്നത് അയാൾ എന്നെയാണ് പ്രയാസപ്പെടുത്തിയത്. ആരാണോ എന്നെ ദുഃഖിപ്പിച്ചത് അയാൾ അള്ളാഹുവിനെ ദുഃഖിപ്പിച്ചു. ആരാണോ അള്ളാഹുവിനെ ദുഃഖിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് അയാൾ അള്ളാഹുവിന്റെ പിടുത്തത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, എന്റെ സഹാബാക്കളെ നിങ്ങൾ മോശമായി ഒന്നും പറയരുത്. നമ്മുടെ വിവിധ ഫിർക്കകളുണ്ട്, മുസ്ലിങ്ങളിൽ വിവിധ വിഭാഗങ്ങളുണ്ട്, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഷിയാക്കൾ സഹാബാക്കളെ കുറിച്ച് വളരെയധികം പറയുന്നു. അവരെ കുറിച്ച് മോശമായി ഒന്നും പറയരുത്. അവരുടെ ഒരു ചുവടിനെ കുറിച്ചും നിങ്ങൾ വിമർശിക്കരുത്. അള്ളാഹുവാണ് സത്യം. ആരുടെ കൈകളിലാണോ എന്റെ ജീവൻ നിൽക്കുന്നത്, അഥവാ നിങ്ങൾ ഉഹദ് പർവ്വതത്തോളം സ്വർണം ദാനം ചെയ്താലും നിങ്ങൾക്ക് ഇത്രയധികം പ്രതിഫലം ലഭിക്കുകയില്ല. എത്രത്തോളമാണോ അവർക്ക് ഒരു നാഴി അല്ലെങ്കിൽ അതിന് തുല്യമായി ചിലവ് ചെയ്യുന്നതിലൂടെ ലഭിച്ചത്. ഇവരുടെ സ്ഥാനവും മാനവും വളരെ ഉന്നതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവർ മാതൃകയാണ്. അവരുടെ പിന്നാലെയാണ് നാം നടക്കേണ്ടത്. അഥവാ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണമെന്നുണ്ട് എങ്കിൽ ആർക്കെങ്കിലും എതിരിൽ എന്തെങ്കിലും കാര്യം പറയുകയോ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും ചിന്ത ഉണ്ടാവുകയോ ചെയ്യുന്നതിന് പകരം ആരുടെയെങ്കിലും സ്ഥാനം നാം ഉണ്ടാക്കിയ നിലവാരം അനുസരിച്ച് അളക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് തെറ്റായ രീതിയാണ്. നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സഹാബാക്കളുടെ സ്ഥാനവും ഉന്നതമായ ജീവിതത്തിന്റെയും കൂടുതൽ ഗ്രാഹ്യം നൽകിക്കൊണ്ട് പറയുന്നു, നീതിയോടുകൂടി വീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പരിപൂർണ മാർഗദർശകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ തങ്ങളുടെ അള്ളാഹുവിനും റസൂലിനും വേണ്ടി എന്തെല്ലാം ജീവത്യാഗങ്ങളാണ് ചെയ്തത്. സ്വദേശത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു, അക്രമം സഹിച്ചു, വിവിധങ്ങളായ പ്രയാസങ്ങൾ സഹിച്ചു, ജീവൻ നൽകി. എന്നാൽ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് മുന്നോട്ട് തന്നെ ചുവടുകൾ വെച്ചു. അവരെ ഈ വിധത്തിൽ ജീവത്യാഗം ചെയ്യുന്നവരാക്കി തീർത്ത കാര്യം എന്തായിരുന്നു? അത് യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹത്തിന്റെ ആവേശമായിരുന്നു. അതിന്റെ കിരണം അവരുടെ ഹൃദയത്തിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും നബിയുമായി തന്നെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, നഫ്സിന്റെ വിശുദ്ധീകരണം, തന്റെ അനുയായികളെ ഭൗതികതയെക്കുറിച്ച് വെറുപ്പുള്ളവരാക്കി തീർക്കുക, ധൈര്യസമേതം സത്യത്തിനു വേണ്ടി രക്തമൊഴുക്കുക, ഇതിന്റെ ഉദാഹരണം എവിടെയും കാണാൻ സാധ്യമല്ല. പറയുന്നു, ഈ സ്ഥാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടേതാണ്. അവർക്ക് ഇടയിലുണ്ടായിരുന്ന പരസ്പര സ്നേഹവും അനുരക്തിയും അതിന്റെ ചിത്രം 2 വാക്കുകളിൽ വിവരിച്ചു. വിശുദ്ധ ഖുർആനിൽ വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. അതായത് അവരുടെ ഇടയിലുള്ള പരസ്പര സ്നേഹം അഥവാ സ്വർണത്തിന്റെ മല തന്നെ നൽകിയാലും ഉണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് പറയുന്നു, ഇപ്പോൾ മറ്റൊരു ജമാഅത്ത് മസീഹ് മൗഊദിന്റേതാണ്. അവർ തങ്ങളുടെ ഉള്ളിൽ സഹാബാക്കളുടെ വർണ്ണം ഉണ്ടാക്കിയെടുക്കണം. സഹാബാക്കളുടെ പരിശുദ്ധ ജമാഅത്തായിരുന്നു അത്. അതിന്റെ പ്രശംസ കൊണ്ട് വിശുദ്ധ ഖുർആൻ നിറഞ്ഞുകിടക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, പറയുക, നിങ്ങൾ അത്തരക്കാരാണോ? അള്ളാഹു പറയുന്നു, മസീഹിനൊപ്പം ആ ആളുകളായിരിക്കും ഉണ്ടാവുക ആരാണോ സഹാബാക്കളെ പോലെയുള്ളത്. സഹാബാക്കൾ അവരായിരുന്നു. അവർ തങ്ങളുടെ ധനം, തങ്ങളുടെ രാജ്യം എല്ലാം സത്യമാർഗത്തിൽ നൽകി, എല്ലാം ഉപേക്ഷിച്ചു. ഹദ്റത്ത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം അധിക പേരും കേട്ടിരിക്കും. ഒരിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം നൽകണം എന്ന കൽപ്പന ഉണ്ടായപ്പോൾ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും കൊണ്ടുവന്നു.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ വീട്ടിൽ എന്താണ് വിട്ടേച്ചു പോന്നത്? പറഞ്ഞു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് വീട്ടിൽ വിട്ടേച്ചു പോന്നിട്ടുള്ളത്. അവിടുന്ന് പറയുന്നു, മക്കയുടെ നേതാവായിരിക്കുക, പിന്നീട് കമ്പിളി പുതക്കുന്നവനായി തീരുക. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം, അദ്ദേഹം മക്കയുടെ നേതാവായിരുന്നു. മുസ്ലിം ആയതോടുകൂടി കമ്പിളി പുതക്കുന്ന അവസ്ഥയായി മാറി, ദരിദ്രരുടെ വസ്ത്രം അണിഞ്ഞു. അല്ലെങ്കിൽ ഇപ്രകാരം മനസ്സിലാക്കിക്കൊള്ളുക, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. അവർക്ക് വേണ്ടി ഇതാണ് എഴുതപ്പെട്ടിരുന്നത്, വാളിന് ചുവട്ടിലാണ് സ്വർഗം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം കാഠിന്യമില്ല. കാരണം യദഉൽ ഹറബ് എന്നുള്ളത് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. അതായത് മഹദിയുടെ കാലത്ത് യുദ്ധം ഉണ്ടാവുകയില്ല. സഹാബാക്കളുടെ ജീവിത രീതിയുടെ ചിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നു, നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ സുഖലോലുപരും ഭക്ഷണപ്രിയരും ആയിരുന്നോ? ആരാണോ നിഷേധിയുടെ മേൽ വിജയം വരിച്ചത്? കേവലം എളുപ്പം മാത്രം ആഗ്രഹിക്കുന്നവരായിരുന്നോ? അങ്ങനെയാണോ അവർ നിഷേധിയുടെ മേൽ വിജയം വരിച്ചത്? പറയുന്നു, അല്ല, അങ്ങനെയല്ല കാര്യം. മുൻഗ്രന്ഥങ്ങളിലും അവരെ കുറിച്ച് വന്നിട്ടുണ്ട്. അവർ രാത്രികളിൽ നിന്ന് കഴിച്ചുകൂട്ടുന്നവരും ദീർഘകാലം വ്രതമനുഷ്ഠിക്കുന്നവരുമായിരിക്കും. അവരുടെ രാത്രികൾ ദൈവസ്മരണയിലും വ്യാകുലതയിലുമാണ് കഴിഞ്ഞുപോയിരുന്നത്. അവരുടെ ജീവിതം പ്രകാരമാണ് കഴിഞ്ഞുപോയിരുന്നത്. വിശുദ്ധ ഖുർആനിലെ താഴെ കൊടുത്തിരിക്കുന്ന ആയത്ത് അവരുടെ ജീവിതത്തിന്റെ ചിത്രം മുഴുവനായും വരച്ചു കാട്ടുന്നു. വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസാബിറൂ വറാബിതു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കുതിരകളെ അതിർത്തിയിൽ കെട്ടിടുക. അള്ളാഹുവിന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ ഈ തയ്യാറെടുപ്പ് കണ്ട് ഭയന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി വിശ്വസിച്ചവരെ സഹനം കൈക്കൊള്ളുകയും സഹനത്തിന് ഉപദേശിക്കുകയും അതിർത്തികളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അവിടുന്ന് പറയുന്നു, റിബാത്ത് എന്നതിന്റെ അർത്ഥം എന്താണ്? റിബാത്ത് എന്ന് പറയുന്നത് ശത്രുക്കളുടെ അതിർത്തിയിൽ കെട്ടിടുന്ന കുതിരകൾക്കാണ് പറയുന്നത്. അള്ളാഹു സഹാബാക്കളോട് ശത്രുക്കളെ നേരിടുന്നതിനു വേണ്ടി തയ്യാറെടുപ്പോടുകൂടി നിൽക്കാൻ വേണ്ടി കൽപ്പന നൽകുന്നു. റിബാത്ത് എന്ന വാക്കുകൊണ്ട് തന്നെ അവരെ യഥാർത്ഥവും പരിപൂർണവുമായ നിലയിൽ തയ്യാറെടുപ്പിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നു. അവരുടെ മേൽ രണ്ട് ജോലിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രത്യക്ഷ ശത്രുക്കളെ നേരിടുക, മറ്റൊന്ന് ആത്മീയമായ യുദ്ധം. ആത്മീയ യുദ്ധത്തിനും റിബാത്തിന്റെ കൽപ്പനയാണുള്ളത്. യഥാർത്ഥ നിലയിലുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പറയുന്നു, റിബാത്ത് എന്നത് ഭാഷയിൽ മനുഷ്യന്റെ ആത്മാവിനും മനുഷ്യ ഹൃദയത്തിനും പറയും. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. കുതിരകൾ ആ ജോലിയാണ് ചെയ്യുക. ഏതൊന്നാണോ അവരെ പരിശീലിപ്പിക്കുന്നത്, എന്താണോ അതിനെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ഈ കാലത്തിൽ കുതിരകളുടെ പരിശീലനത്തിൽ ഈ വിധത്തിൽ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നു. ഏതുപോലെ അവരെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഏതുപോലെയാണോ കുട്ടികളെ പ്രത്യേകമായ നിലയിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അഥവാ അവയെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ, പരിശീലിപ്പിക്കുന്നില്ല എന്നാൽ അവ പൂർണ്ണമായും ഒന്നിനും കൊള്ളാത്തതായി മാറും. പ്രയോജനകരമായി തീരുന്നതിന് പകരം അപകടവും നഷ്ടമുണ്ടാക്കുന്നതുമായി മാറും. ഇതുപോലെ നഫ്സിനെയും പരിശീലിപ്പിക്കേണ്ടതിന് ആവശ്യമുണ്ട്. അതിനെയും ജയിച്ചടക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിനും പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതായത് റിബാത്ത് അപ്പോഴായിരിക്കും നടക്കുക എപ്പോഴാണോ മനുഷ്യൻ ഒരു വിശ്വാസി ദൈവ വൈജ്ഞാനികമായും കർമ്മപരമായും ആയ നിലയിൽ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയും തന്റെ നഫ്സിന് കടിഞ്ഞാണ് ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സഹാബാക്കളുടെ മാതൃക ഏതു വിധത്തിലായിരുന്നു? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുടെ ഫലമായി എന്താണ് അവരിൽ ഉണ്ടായത്? അതിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ സമർപ്പിക്കാം. ഒന്ന്, നാം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ കേൾക്കുകയുണ്ടായി. തന്റെ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും ദീനിന് ആവശ്യമുള്ള സമയത്ത് കൊണ്ടുവന്ന് ഹാജരായി. അങ്ങയുടെ വിനയത്തിന്റെയും അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെയും ഒരു സംഭവം കേൾക്കുക. ഒരിക്കൽ ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഉമറുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. നീണ്ട തർക്കം നടന്നു. അവരുടെ ശബ്ദം നീരസമാകുന്നതുവരെ ഉയർന്നു പോയിരിക്കാം. അതിനുശേഷം സംസാരം അവസാനിച്ചപ്പോൾ
ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് ഉമറിന്റെ അടുത്തു ചെന്നു. എന്നിട്ട് ക്ഷമ ചോദിച്ചു. തർക്കത്തിൽ ഒരു പക്ഷേ ശബ്ദം അല്പം ഉയർന്നു പോയിരിക്കാം, കഠിനമായ വാക്കുകൾ സംഭവിച്ചിരിക്കാം. ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ഹദ്രത്ത് ഉമർ മാപ്പ് നൽകുന്നത് നിരാകരിച്ചു. അപ്പോൾ ഹദ്രത്ത് അബൂബക്കർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് ഈ സംഭവം വിവരിച്ചു. പറഞ്ഞു, ഞാൻ താങ്കളുടെ സമക്ഷത്തിൽ ഇതിനുള്ള മാപ്പിനായാണ് വന്നിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മാപ്പ് നൽകട്ടെ. കുറച്ചു സമയത്തിനു ശേഷം തന്നെ ഹസ്രത്ത് ഉമറിനും ലജ്ജ തോന്നി. തെറ്റ് സംഭവിച്ചു എന്ന വിചാരമുണ്ടായി. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തോട് മാപ്പ് പറയുന്നതിനു വേണ്ടി. അവിടെ ചെന്ന് നോക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. ഹസ്രത്ത് ഉമറും അദ്ദേഹത്തെ കണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം നീരസം കൊണ്ട് ചുവന്നു തുടുത്തു. ഇത് കണ്ട്, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹസ്രത്ത് ഉമറിനോട് വലിയ ദേഷ്യമുണ്ട്. ഹസ്രത്ത് അബൂബക്കർ മുട്ടിൽ വീണുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ തുടങ്ങി, തെറ്റ് എന്റേതായിരുന്നു. താങ്കൾ ഉമറിന് മാപ്പ് നൽകിയാലും. ഇതായിരുന്നു അങ്ങയുടെ വിനയം, അള്ളാഹുവിനോടുള്ള ഭയം. അതുപോലെ ഹസ്രത്ത് ഉമറും ലജ്ജിതനായിരുന്നു. അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാനായി വന്നിരിക്കുകയായിരുന്നു. രണ്ടു ഭാഗത്തു നിന്നും ലജ്ജിതരായിരുന്നു. ഈ ഒരു പരിശുദ്ധ സമൂഹമായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. അങ്ങനെ അതിൽ വസിക്കുന്നവർ അള്ളാഹുവിന്റെ തൃപ്തിയുടെ അവകാശികളായി തീർന്നു. ഹസ്രത്ത് ഉമറിന്റെ വിനയത്തിന്റെ ഒരു സംഭവം ഇപ്രകാരം ലഭിക്കും. ഒരാൾ ഹസ്രത്ത് ഉമറിനോട് പറഞ്ഞു, താങ്കൾ ഹസ്രത്ത് അബൂബക്കറിനേക്കാൾ ഉന്നതനാണ്. അപ്പോൾ ഹസ്രത്ത് ഉമർ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഹസ്രത്ത് അബൂബക്കറിന്റെ ഒരു രാത്രിയും ഒരു പകലും ഈ ഉമറിന്റെയും ഉമറിന്റെ മക്കളുടെയും മുഴുവൻ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമാണ്. പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആ രാത്രിയുടെയും പകലിന്റെയും അവസ്ഥ കേൾപ്പിക്കട്ടെ. ചോദിച്ച ആൾ അതെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ രാത്രി അതായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജ്റത്ത് ചെയ്ത് രാത്രിയിൽ പോകേണ്ടതായി വന്നപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അങ്ങയുടെ കൂടെ നിന്നു. അദ്ദേഹത്തിന്റെ പകൽ അതായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അറബികൾ നമസ്കാരത്തെയും സകാത്തിനെയും നിഷേധിച്ചപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്റെ അഭിപ്രായത്തിനോട് വിയോജിച്ചുകൊണ്ട് ജിഹാദിന് ദൃഢനിശ്ചയം ചെയ്തു. അള്ളാഹു അദ്ദേഹത്തെ അതിൽ വിജയിപ്പിച്ചുകൊണ്ട് തെളിയിച്ചു കാണിച്ചു അദ്ദേഹം സത്യത്തിലായിരുന്നു. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മഹാനായ സഹാബി ഹസ്രത്ത് ഉസ്മാൻ ആയിരുന്നു. അവിടുന്ന് മൂന്നാം ഖലീഫയുമായിരുന്നു. അങ്ങയുടെ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കൽ മറ്റു പല പ്രത്യേകതകളും വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും കൂടുതലായി കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ആളും ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ ഭയക്കുന്ന ആളുമായിരുന്നു. മസ്ജിദ് നബവി വിശാലമാക്കുക എന്ന കാര്യം മുന്നിൽ വന്നപ്പോൾ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവരും വളരെയധികം ഉണ്ടായിരുന്നു. മസ്ജിദ് നബവിയുടെ വിശാലമാക്കൽ മുന്നിൽ വന്നപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്തുള്ള വീടുകൾ അതിനെ പള്ളിയിൽ കൂട്ടിച്ചേർക്കുക. ആ വീടുകൾ ആളുകളിൽ നിന്ന് വാങ്ങേണ്ടതായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ മുന്നിൽ വന്നുകൊണ്ട് ഉടനെ തന്നെ തന്റെ പേര് തന്നെ നിർദ്ദേശിച്ചു, ഞാനത് വാങ്ങിക്കാം. അങ്ങനെ 15,000 ദിർഹം നൽകി ആ സ്ഥലം വാങ്ങിച്ചു. മുസ്ലിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വന്നു. അവിടെ ഒരു യഹൂദിയുടെ കിണറാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് വെള്ളം എടുക്കേണ്ടിയിരുന്നത്. ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ യഹൂദിയിൽ നിന്ന് ചോദിച്ച വിലക്ക് കിണർ വാങ്ങിച്ച് മുസ്ലിങ്ങൾക്ക് വെള്ളത്തിനുള്ള സംവിധാനം ഒരുക്കി. ഇത് അങ്ങയുടെ സൃഷ്ടികളോടുള്ള അനുകമ്പയായിരുന്നു. അതുപോലെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ആണ്.
അമീർ മുആവിയ ആരോടോ ഹസ്രത്ത് അലിയുടെ ഗുണങ്ങൾ വിവരിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ശരി, വിവരിക്കുക. നമുക്കറിയാം അവർക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, നിർബന്ധമായും കേൾക്കണമെന്നുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. അദ്ദേഹം ഉയർന്ന ദൃഢനിശ്ചയമുള്ള ആളും ദൃഢമായ ആരോഗ്യത്തിന്റെയും ഉടമയായിരുന്നു. തീരുമാനമുണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും നീതിയോടുകൂടി തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് അറിവിന്റെ ഉറവിടം നിർഗളിക്കുമായിരുന്നു. ഹിക്മത്ത് അദ്ദേഹത്തിന്റെ എല്ലാ വശത്തു നിന്നും ഇറ്റിറ്റ് വീഴാറുണ്ടായിരുന്നു. ഭൗതികതയോടും അതിന്റെ അനുഭൂതികളോടും വിരക്തിയായിരുന്നു. രാത്രിയെയും അതിന്റെ ഏകാന്തതയെയും സ്നേഹിച്ചിരുന്നു. അതായത് രാത്രികാലങ്ങളിലെ ഇബാദത്ത് അദ്ദേഹത്തിന്റെ പ്രിയങ്കരമായ കാര്യം ആയിരുന്നു. ഭൗതികതയിൽ മുങ്ങുന്നതിന് പകരം പറയുന്നു, അദ്ദേഹം വളരെയധികം കരയുന്ന ആളും ദീർഘമായി ചിന്തിക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹം ഞങ്ങളെപ്പോലെ ജീവിച്ചു. വളരെ സാധാരണമായ ജീവിതമായിരുന്നു. പറയുന്നു, അള്ളാഹു ആണ് സത്യം. ഞങ്ങൾ അദ്ദേഹത്തോട് സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും ബന്ധം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ആദരയുക്തമായ ഭയം കാരണം സംസാരിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. തുറന്ന നിലയിൽ സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം മതബോധമുള്ള ആളുകളെ ബഹുമാനിക്കുമായിരുന്നു. മിസ്കീനുകൾക്ക് തന്റെ പക്കൽ സ്ഥലം നൽകുമായിരുന്നു. ശക്തനായ ആൾക്ക് തന്റെ അസത്യമായ കാര്യത്തിൽ പ്രതീക്ഷക്കുള്ള അവസരം പോലും നൽകിയിരുന്നില്ല. അഥവാ ഒരാൾ ശക്തനാണെങ്കിൽ തെറ്റായ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് എങ്കിൽ, അയാൾ ദുരാഗ്രഹം ഉണ്ട് എങ്കിൽ, ദുരാഗ്രഹത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അതിനുള്ള അവസരം അയാൾക്ക് നൽകുമായിരുന്നില്ല. അവിടെ വെച്ച് തന്നെ പിടിക്കുമായിരുന്നു. ബലഹീനർ അങ്ങയുടെ നീതിയെക്കുറിച്ച് നിരാശനാകുമായിരുന്നില്ല. ഇതായിരുന്നു ഹദ്റത്ത് അലിയുടെ പ്രത്യേകതകൾ. അമീർ മുആവിയയും ഇത് കേട്ട് താങ്കൾ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഹസ്രത്ത് അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് ആയിരുന്നു. ത്യാഗത്തിൽ പ്രത്യേകിച്ച് ധനത്യാഗത്തിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. വളരെ സമ്പന്നനായ ഒരു കച്ചവടക്കാരനായിരുന്നു. ധനം വളരെ വലിയ തോതിലുണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ കഅബക്ക് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ശബ്ദം കേട്ടു. അദ്ദേഹം ഇപ്രകാരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അള്ളാഹുവെ, എന്നെ തന്റെ നഫ്സിന്റെ പിശുക്കിൽ നിന്നും നീ രക്ഷപ്പെടുത്തിയാലും സുരക്ഷിതനാക്കി വെച്ചാലും. ആരാണ് ആ വ്യക്തി എന്ന് നോക്കുമ്പോൾ അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു കച്ചവട സംഘം മദീനയിൽ വന്നു. അതിൽ 700 ഒട്ടകങ്ങളിൽ ഗോതമ്പ്, ആട്ട, അതുപോലുള്ള മറ്റു സാധനങ്ങളും വച്ചുകെട്ടിയിരുന്നു. മദീനയിൽ ഇത്രയും വലിയ സംഘത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുകയായിരുന്നു. ഇത്ര വലിയ സംഘമാണ് വന്നത്. ഈ വാർത്ത ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തും എത്തി. അപ്പോൾ ഹസ്രത്ത് ആയിഷ പറഞ്ഞു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ സ്വർഗസ്ഥനാണ്. ഇതിനെക്കുറിച്ച് അബ്ദുറഹ്മാന് അറിയാൻ സാധിച്ചപ്പോൾ അദ്ദേഹം ഹദ്റത്ത് ആയിഷയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, താങ്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ സാധനങ്ങൾ അടങ്ങിയ സംഘം 700 ഒട്ടകങ്ങൾ ഉള്ള പൂർണ്ണമായും സാധനങ്ങൾ കെട്ടിനിറച്ച സംഘം ഒട്ടകങ്ങളടക്കം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്നു. ഹദ്റത്ത് അബ്ദുറഹ്മാന്റെ സ്ഥാനം ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ ഹദ്റത്ത് ഖാലിദും ഹദ്റത്ത് അബ്ദുറഹ്മാനുമായി തർക്കം നടന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഖാലിദ്, എന്റെ സഹാബാക്കളെ ഒന്നും പറയരുത്. നിങ്ങളിൽ ആരെങ്കിലും ഉഹദ് പർവ്വതത്തോളം തന്നെ സ്വർണം ചെലവ് ചെയ്താലും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ആ പ്രഭാതത്തിന്റെയോ പ്രദോഷത്തിന്റെയോ അടുത്തുപോലും എത്തുകയില്ല. ഏതൊന്നാണോ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയത്. ഒരു സഹാബിയായിരുന്നു ഹസ്രത്ത് സഅദ് ബിൻ വക്കാസ്. അദ്ദേഹത്തിന്റെ ഈമാന്റെ സംഭവം ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഇപ്രകാരം വിവരിക്കപ്പെടുന്നു. അദ്ദേഹം സ്വയം പറയുകയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്റെ മാതാവ് പറഞ്ഞു, നീ ഒരു പുതിയ മതം സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നിനക്ക് എന്തു തന്നെയായാലും ഈ ദീനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. നിരാഹാര സമരം. ഏതുവരെ എന്നാൽ ഞാൻ മരിച്ചുപോകും. അതിന്റെ ഫലം എന്തായിരിക്കും? ആളുകൾ നിന്നെക്കുറിച്ച് പറയും, മാതാവിനെ കൊന്ന വ്യക്തിയാണ്. പറയും, മാതൃഘാതകൻ എന്ന് കൊള്ളിവാക്ക് പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഉമ്മ. കാരണം
ഞാൻ എൻ്റെ ദീനിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്നാൽ അവർ അംഗീകരിച്ചില്ല. 3 ദിവസം 3 രാത്രിയും കടന്നുപോയി. അവരൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല. പട്ടിണി കൊണ്ട് പരവശയായിരുന്നു. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. താങ്കളുടെ 1000 ജീവൻ അതിൽ ഓരോന്നോരോന്നായി പോയാലും ഞാൻ ഒരിക്കലും എന്റെ ദീൻ ഉപേക്ഷിക്കുകയില്ല. തന്റെ പുത്രന്റെ ഈ ദൃഢനിശ്ചയം കണ്ടപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അള്ളാഹു പറയുന്നു, മാതാപിതാക്കളുടെ കാര്യങ്ങൾ അനുസരിക്കുക, അവരെ സേവിക്കുക. എന്നാൽ ദീനിന്റെ പ്രശ്നം വന്നാൽ, അള്ളാഹുവിന്റെ പ്രശ്നം വന്നാൽ, അവിടെ ഏതായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാവൽ നിൽക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഹദ്റത്ത് ആയിഷ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ അവസ്ഥ വളരെ മോശമായിരുന്നു. അത് കാരണം രാത്രിയിൽ സുഖത്തോടുകൂടി അങ്ങേക്ക് ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഒരു രാത്രി അവിടുന്ന് പറഞ്ഞു, പല രാത്രികളും അതുപോലെ കഴിഞ്ഞുപോയി. ഒരു ദിവസം രാത്രി അവിടുന്ന് പറഞ്ഞു, രാത്രിയിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ദാസൻ കാവൽ നിൽക്കുമായിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു. അപകടം അത്രത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അല്പം വിശ്രമിക്കാൻ സാധിക്കും. വളരെ നിസ്സാരമായ വിശ്രമമാണ് ചെയ്തിരുന്നത്. ഇത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആയുധങ്ങളുടെ ശബ്ദം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ്? അതിന് മറുപടി ലഭിച്ചു, ഞാൻ സഅദാണ്. അവിടുന്ന് ചോദിച്ചു, സഅദ് എന്തിനാണ് വന്നത്? പറഞ്ഞു, എനിക്ക് താങ്കളുടെ സുരക്ഷയെക്കുറിച്ച് അപകടം തോന്നി, അതുകൊണ്ട് ഞാൻ കാവൽ നിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സുഖമായി ഉറങ്ങി. ഒരു സഹാബിയായിരുന്നു ഹസ്രത്ത് സുബൈർ ബിൻ അവാം. അദ്ദേഹത്തിൽ ദൈവഭയം വളരെയധികം കൂടുതലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മകനോട് പറഞ്ഞു, അള്ളാഹു എന്നെ പിടിക്കുന്ന ഒരു കാര്യം എന്റെ കയ്യിൽ നിന്നുണ്ടാകരുത് എന്ന് അദ്ദേഹം എപ്പോഴും വിചാരിച്ചിരുന്നു. അതിന്റെ മകൻ പറഞ്ഞു, താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഹദീസ് വളരെയധികം വിവരിക്കാറില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ച കാലം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും വിട്ടുപിരിഞ്ഞിട്ടില്ല. എപ്പോഴും അങ്ങയോടൊപ്പമാണ് ഞാൻ നിന്നിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ താക്കീത് ഞാൻ ഓർക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് അഹ്വാലുകൾ എന്റെ കയ്യിലുണ്ട്, ഒരുപാട് റിവായത്തുകളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ താക്കീദിന് ഞാൻ ഭയപ്പെടുന്നു. ആരാണോ എന്നിലേക്ക് ഒരു കാര്യം തെറ്റായി പറയുന്നത്, അയാൾ തന്റെ സങ്കേതം നരകത്തിലാണ് പ്രാപിക്കുക. അതായത് എന്റെ കയ്യിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാത്ത ഏതെങ്കിലും കാര്യം സംഭവിക്കുകയും അങ്ങനെ അത് മുഖേന എനിക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യുമോ? അങ്ങയുടെ ധൈര്യവും വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിൽ. ഇത്രമാത്രം ഉണ്ടായിരുന്നു. സ്കന്ദരിയ കോട്ട വളഞ്ഞ സമയത്ത് അവിടുന്ന് കോണി വെച്ചുകൊണ്ട് കോട്ടയുടെ മതിൽ കയറാൻ ആഗ്രഹിച്ചു. കൂടെയുള്ളവർ പറഞ്ഞു, കോട്ടയിൽ പ്ലേഗ് പിടിപെട്ടിരിക്കുകയാണ്, താങ്കൾ പോകരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും പ്ലേഗിന് ഉള്ളത് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം കോട്ടയുടെ മതിലിൽ കയറി. വളരെ ധനികനായിരുന്നു. ലഭിക്കുന്ന ധനത്തിൽ അധികവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുമായിരുന്നു. മറ്റൊരു സഹാബിയുടെ സംഭവം ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് തൽഹ ബിൻ ഉബൈദുല്ല എന്നായിരുന്നു. വളരെ ധനികനായ ആളായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം 7 ലക്ഷം ദിർഹം ഹദ്റത്ത് ഉസ്മാൻ വിറ്റുകൊണ്ട് ആ ധനം മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുകയുണ്ടായി. അതിഥിസൽക്കാരം അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു ഗുണമായിരുന്നു. ഒരിക്കൽ ഒരു ഗോത്രത്തിലെ 3 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, സഹാബാക്കളിൽ ആരാണ് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക? ഹദ്റത്ത് തൽഹ വളരെ സന്തോഷത്തോടുകൂടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 3 പേരെയും വീട്ടിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. അവരുടെ അതിഥി സൽക്കാരം നടത്തി. ഏതുവരെ എന്നാൽ അവർ വീട്ടിൽ സ്ഥിരാംഗങ്ങളായി മാറി. പറയുന്നു, ഏതുവരെ എന്നാൽ മരണമാണ് ഞങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് വേർപ്പെടുത്തിയത്. ഹദ്റത്ത് തൽഹയുടെ സൗഹൃദവും അതേപോലെ തന്നെ
മറ്റും വളരെ അനുകരണീയമായിരുന്നു. ഹദ്റത്ത് കഅബ് ബിൻ മാലിക് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കാരണം മുഖാത്തിയയുടെ ശിക്ഷ ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മാപ്പിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വന്നു. അപ്പോൾ ഹദ്റത്ത് തൽഹ ഭ്രാന്തനെ പോലെ ഓടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. കൈപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. ഹദ്റത്ത് കഅബ് എപ്പോഴും പറയുമായിരുന്നു, ഹദ്റത്ത് തൽഹയെ പോലെ സ്വാഗതം ചെയ്യുന്ന ആവേശം മറ്റൊരാളും തന്നെ കാണിച്ചില്ല. മറ്റൊരു പ്രത്യേകത ഭാര്യമാരുമായി ബന്ധപ്പെട്ടത്, ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടത്, അതും അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ വിവരിക്കുന്നു. ഹദ്റത്ത് തൽഹ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് വീട്ടിൽ എപ്പോഴും തിരിച്ചു വരാറുള്ളത്. വീട്ടിൽ വരുമ്പോൾ വലിയ ജോലികൾ ഉണ്ടായിരുന്നു, തിരക്കുകൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവർ ഭയന്നുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറുന്ന വിധത്തിൽ മുഖമാക്കി വരുമായിരുന്നില്ല. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് വീട്ടിൽ വരിക. വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നത്. വീട്ടുകാരോട് വളരെ നല്ല പെരുമാറ്റമായിരുന്നു, എപ്പോഴും സന്തോഷത്തിലായിരുന്നു. അതല്ലാതെ വീട്ടിൽ വേറൊരു മൂഡും പുറത്ത് വേറൊരു മൂഡ് എന്ന നിലയിലായിരുന്നില്ല. പറയുന്നു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകുമായിരുന്നു. നിശബ്ദമായിരുന്നാൽ ഒരിക്കലും തന്നെ ചോദിക്കാൻ വേണ്ടി അവസരം നൽകുമായിരുന്നില്ല. അതായത് ചോദിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, അങ്ങനെയായിരുന്നില്ല. മറിച്ച് എന്താണോ ആവശ്യമുള്ളത് അത് നോക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും വീട്ടുകാരുടെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. 4 ഭാര്യമാരുണ്ടായിരുന്നു. 4 പേരും നല്ല സന്തോഷത്തിലായിരുന്നു. പറയുന്നു, നന്മ ചെയ്തു കഴിഞ്ഞാൽ നന്ദി പ്രകടിപ്പിക്കും, തെറ്റ് ചെയ്താൽ മാപ്പ് നൽകുകയും ചെയ്യും. ഈ ഒരു അടിസ്ഥാന തത്വം ഇതാണ് നമ്മുടെ വീടുകളുടെ സമാധാനത്തിന് കാരണമായി തീരുന്നത്, കുടുംബ ബന്ധം സുദൃഢമാക്കുന്നത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ്. ഒരു സഹാബി ഉബൈദുല്ലാ ബിൻ മസൂദ് ഖിലാഫത്തിനുള്ള അനുസരണം വിവരിക്കുന്നു. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തെ അഹ്ലെ കൂഫക്കാരുടെ തഅലീമു തർബിയത്തിന് വേണ്ടി നിശ്ചയിക്കുകയുണ്ടായി. ഉമർ എഴുതുകയുണ്ടായി, ഇദ്ദേഹത്തെ മദീനയിൽ വളരെയധികം ആവശ്യമുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ത്യാഗം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തർബിയത്തിനായി ഇദ്ദേഹത്തെ അയക്കുകയാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. ഹദ്റത്ത് ഉസ്മാനും അദ്ദേഹത്തിന്റെ ആ സ്ഥാനം നിലനിർത്തി എന്ന് മാത്രമല്ല കൂഫയുടെ അമീറായി നിശ്ചയിക്കുകയുണ്ടായി. ബൈത്തുൽ മാലിന്റെയും ഖസായുടെയും സംവിധാനം ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് കൂഫക്കാരുടെ കുഴപ്പങ്ങളും അതിലുണ്ടായിരുന്നു, പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് കാരണം ഹദ്റത്ത് ഉസ്മാൻ അദ്ദേഹത്തെ ഇമാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് തിരിച്ചു വിളിക്കുകയുണ്ടായി. കൂഫക്കാർ പറഞ്ഞു, താങ്കൾ തിരിച്ചു പോകരുത്, ഇവിടെ തന്നെ നിൽക്കുക, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, താങ്കൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. അപ്പോൾ അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയുടെ അനുസരണം എന്നിൽ നിർബന്ധമാണ്, ഞാൻ ഒരിക്കലും തന്നെ ഇത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തോട് അനുസരണ കാണിച്ചുകൊണ്ട് ഒരു ഫിത്നയുടെ വാതിൽ തുറന്നിടാൻ. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു റാവി പറയുകയുണ്ടായി, ഞാൻ ഒരുപാട് സഹാബാക്കളുടെ മജ്ലിസിൽ ഇരുന്നിട്ടുണ്ട്, എന്നാൽ അബ്ദുല്ല ബിൻ മസൂദിന് ഭൗതികതയോടുണ്ടായിരുന്ന വിരക്തി, പാരത്രിക ജീവിതത്തോടുള്ള താല്പര്യം, അത് അതിന്റെ പ്രത്യേകമായ ഒരു പ്രൗഢിയായിരുന്നു. പ്രത്യക്ഷമായ നിലയിൽ അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ദാസൻ പറയുന്നു, നല്ല വെളുത്ത വസ്ത്രം ധരിക്കുമായിരുന്നു, ഉന്നതമായ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഹദ്റത്ത് തൽഹ പറയുന്നു, അദ്ദേഹത്തിന്റെ സുഗന്ധം ഇപ്രകാരമായിരുന്നു, രാത്രിയുടെ അന്ധകാരത്തിൽ പോലും സുഗന്ധദ്രവ്യം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അബ്ദുല്ല ബിൻ മസൂദ് വന്നിട്ടുണ്ട് എന്ന്. ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു, എന്നാൽ ഭൗതികതയോട് ആസക്തി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹദ്റത്ത് ബിലാലാണ്. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും സഹിച്ചു, എന്നാൽ ഏകനായ അള്ളാഹുവിന്റെ മുദ്രാവാക്യം മാത്രം വിളിച്ചു. കഠിനമായ കല്ലുകളിൽ ചുട്ടുപഴുത്ത മണലിൽ വലിച്ചു വെക്കപ്പെട്ടു, എന്നാൽ തന്റെ ഈമാനിൽ അടിയുറച്ചു നിന്നു. അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അതുപോലെ സഅദ് ബിൻ മുആദ് അൻസാരി ആണ്.
അദ്ദേഹം ബദർ യുദ്ധത്തിൽ അൻസാറുകളുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മറുപടി റസൂലുള്ളാഹി സ്വല്ലം പ്രതീക്ഷിച്ചു മറുപടിയിൽ പൂർണ്ണമായും ഇറങ്ങിച്ചതുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ താങ്കൾ വിശ്വസിച്ചു, താങ്കളെ സത്യപ്പെടുത്തി, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു, താങ്കൾ കൊണ്ടുവന്ന അധ്യാപനം സത്യമാണ്, ഇതിൽ ഞങ്ങൾ താങ്കളുമായി ഉറച്ച കരാർ നടത്തി, എപ്പോഴും താങ്കളുടെ വാക്കുകൾ കേട്ട് ഉടനെ അനുസരിക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് എന്താണ് ഉദ്ദേശം അതനുസരിച്ച് താങ്കൾ മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹു തആല താങ്കളോടൊപ്പം ഞങ്ങളെ താങ്കൾ പ്രാപിക്കുന്നതാണ്, താങ്കളോടൊപ്പം ഞങ്ങളെ താങ്കൾ കാണുന്നതാണ്. അഥവാ ഈ സമുദ്രത്തിൽ ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ചാടുന്നതായിരിക്കും. ഒരാൾ പോലും ഞങ്ങൾ പിന്തിരിയുകയില്ല. ഞങ്ങൾ ശത്രുക്കളെ നേരിടുന്നതിൽ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഉറച്ചു കൊണ്ട് പോരാടാൻ അറിയുന്നവരാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അള്ളാഹു താങ്കൾക്ക് ഞങ്ങളിലൂടെ അതെല്ലാം കാണിച്ചു തരും. ഏതു മുഖേനാണ് താങ്കളുടെ കണ്ണുകൾക്ക് കുളിർമയാകുന്നത്, താങ്കൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ കൊണ്ടുപോവുക. ഇതായിരുന്നു ഇവർ അവരുടെ കരാറുകൾ പൂർത്തിയാക്കിയവരാണ്, നമുക്ക് മാതൃക കാണിച്ചവരാണ്. അള്ളാഹു ഇവരിൽ തൃപ്തരായി. ഇതേതാനും ചില സഹാബാക്കളുടെ സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ കൊണ്ട് ചരിത്രം നിറഞ്ഞു കിടക്കുകയാണ്. ഇവർ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുകരണ യോഗ്യരാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയം എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള വിജയം എന്ന് പറയുന്നത് ഒരു ഊഹം മാത്രമാണ്. അതിന്റെ അന്വേഷണത്തിലാണ് ഇവർ മുഴുകിയിരിക്കുന്നത്. സഹാബാക്കളുടെ മാതൃകയെ മുന്നിൽ വെക്കുക, നോക്കുക. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയപ്പോൾ, ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകിയപ്പോൾ, ആ എല്ലാ വാഗ്ദാനങ്ങളും അള്ളാഹു അവരുമായി നൽകിയത് പൂർത്തിയാവുകയുണ്ടായി. തുടക്കത്തിൽ എതിരാളികൾ പരിഹസിക്കുമായിരുന്നു, പുറത്ത് സ്വന്തത്തോട് നടക്കാൻ സാധിക്കുകയില്ല, പക്ഷേ രാജാധികാരത്തെക്കുറിച്ച് വാദം ഉന്നയിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണത്തിൽ വിലയം പ്രാപിച്ച് അത് പ്രാപിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകൾ അവരുടെ ഭാഗത്ത് അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ സ്നേഹിച്ചിരുന്നു. അവരുടെ അനുസരണത്തിൽ രാത്രിയും പകലും മുഴുകിയിരുന്നു. അവരുടെ ഒരു വിധത്തിലുള്ള അനാചാരങ്ങളെ അവർ പിൻപറ്റുമായിരുന്നില്ല. ആരെയാണോ കുഫാറുകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്, അതായത് കുഫാറുകളുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ ആചാരങ്ങളും അവർ ഉപേക്ഷിക്കേണ്ടായി. അങ്ങനെ ശുദ്ധമായ നിലയിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഏതുവരെയാണോ ഇസ്ലാം അതിൽ നിന്നത്, ആ കാലം ഇസ്ലാമിന് സ്വീകാര്യതയുടെയും പുരോഗതിയുടെയും കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്ലാം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരുന്നു. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറയുന്നു, സഹാബാക്കളുടെ ശ്രേഷ്ഠതകൾ വിവരിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള അനുസാരികളായിരുന്നു. ഒരു പ്രവാചകന്റെ ശിഷ്യരിലും അത്തരത്തിലുള്ള ഉദാഹരണം കാണാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ അത്രമാത്രം അടിയുറച്ചവരായിരുന്നു. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പ്രശംസിച്ച് നിറഞ്ഞു കിടക്കുകയാണ്. പറയുന്നു, മദ്യം നിരോധിക്കപ്പെട്ടപ്പോൾ എത്രത്തോളം മദ്യമാണ് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഒഴുക്കുകയുണ്ടായി. പറയുന്നു, ഇത്രമാത്രം മദ്യം ഒഴുക്കുകയുണ്ടായി, കാനകൾ നിറഞ്ഞു കവിയുകയുണ്ടായി. പിന്നീട് ഒരിക്കൽ അവര് മദ്യത്തിൽ നിന്ന് തൗബ ചെയ്തപ്പോൾ അവര് മദ്യത്തിന്റെ ശത്രുക്കളായി മാറുകയുണ്ടായി. നോക്കുക, ഇതെത്രമാത്രം സ്ഥിരചിത്തതയും ദൃഢനിശ്ചയവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം ഏതുമാത്രം ആത്മാർത്ഥതയോടും ആവേശത്തോടും സ്നേഹത്തോടും കൂടിയാണോ ചെയ്തത്, അതുപോലെ ആരും ചെയ്തില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ അവസ്ഥ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ പല പ്രാവശ്യം കല്ലെറിയാൻ ആഗ്രഹിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഇത്രമാത്രം, ഹവാരികൾ ഇത്രമാത്രം ബലഹീനരായിരുന്നു. സ്വയം ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കുന്നു. ഹദ്റത്ത് മസീഹ് സ്വയം ഇഞ്ചീലിൽ അവരെ ദുർബല വിശ്വാസികൾ എന്ന് പറയുന്നു. അദ്ദേഹം അവരുടെ അധ്യാപകനോട് വളരെയധികം മോശമായി കാണിച്ചു. വളരെ പ്രയാസകരമായ ഘട്ടത്തിൽ ഉപേക്ഷിച്ചു. ഒരാൾ പിടിക്കാൻ സഹായിച്ചു, മറ്റൊരാൾ ലയനത്ത് ചെയ്തുകൊണ്ട് വിട്ടുനിന്നു. എന്നാൽ സഹാബ റിസ്വാനുല്ലാഹി അലൈഹിം ഈ വിധത്തിൽ ജീവത്യാഗം ചെയ്തവരായിരുന്നു. സ്വയം അള്ളാഹു അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ
ജീവൻ നൽകുന്ന ഒരു മടിയും കാണിച്ചില്ല. എല്ലാ ത്യാഗത്തിനും അവർ തയ്യാറായി. ഈമാന്റെ എല്ലാ സിഫത്തുകളും അവരിൽ കാണാൻ സാധിക്കും. ഇബാദത്ത് ചെയ്യുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവർ, ധൈര്യശാലികൾ, ആത്മാർത്ഥതയുള്ളവർ, ഈ ഈമാന്റെ എല്ലാ നിബന്ധനകളും മറ്റൊരു സമൂഹത്തിലും കാണാൻ സാധ്യമല്ല. അവിടുന്ന് പറയുന്നു, എത്രത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹാബാക്കൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ സഹിക്കേണ്ടതായി വന്നുവോ അതിന്റെ ഉദാഹരണം പോലും മറ്റൊരു സമൂഹത്തിലും കാണാൻ സാധ്യമല്ല. ഈ ധൈര്യമുള്ള സമൂഹം പ്രയാസങ്ങൾ സഹിച്ചു, എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ചില്ല. അങ്ങനെ അവസാനം അവർക്കരുടെ സ്വദേശം വെടിയേണ്ടതായി വന്നു. തങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റത്ത് ചെയ്യേണ്ടതായി വന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിഷേധികളുടെ പ്രവർത്തനം പരിധി ലംഘിച്ചപ്പോൾ അവർക്ക് ശിക്ഷ നൽകണം അവസ്ഥ വന്നപ്പോൾ അതേ സഹാബാക്കളെ അള്ളാഹു ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ ആ അക്രമികളായ സമൂഹത്തെ ശിക്ഷ നൽകുകയും അള്ളാഹുവിനെ ആരാധിച്ച സമൂഹം, അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അവരുടെ കയ്യിൽ യുദ്ധത്തിനുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. എതിരാളികളുടെ ആക്രമണത്തെ തടയുന്നതിനു വേണ്ടി യുദ്ധത്തിന്റെ ഭൂമിയിൽ വരേണ്ടതായി വന്നു. ഇസ്ലാമിക യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പ്രതിരോധ യുദ്ധമായിരുന്നു. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ സഹാബാക്കളുടെയും കാലഘട്ടം നോക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കുന്നു, അവർ വളരെ സാധാരണക്കാരായ ആളുകളായിരുന്നു. ഏതുപോലെ പാത്രം ഈയം പൂശിക്കൊണ്ട് വൃത്തിയാക്കുന്നുവോ അതേപോലെയായിരുന്നു അവരുടെ ഹൃദയം. അത് ദൈവിക വെളിപാടാകുന്ന പ്രകാശം കൊണ്ട് പ്രകാശിതമായി. അതായത് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതുപോലെ ആയി തീരുകയുണ്ടായി. അവിടുന്ന് പറയുന്നു, അഥവാ മനുഷ്യൻ ഈ വിധത്തിൽ ശുദ്ധനായി തീരുകയും തങ്ങളെ ഈയം പൂശിയ പാത്രം പോലെ ആക്കി തീർക്കുകയുമാണെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഭക്ഷണം അതിലിടുകയും ചെയ്യുകയാണെങ്കിൽ ചെടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള മനുഷ്യർ എത്രത്തോളം ഉണ്ട്? ആരാണോ ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതിന് സാക്ഷ്യമായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ശ്രമം ആണ് നടത്തേണ്ടത്. നാം നമ്മുടെ പരിഷ്കരണം നടത്തണം. എന്നിട്ട് നമ്മുടെ പാത്രങ്ങൾ നാം ശുദ്ധമാക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ പ്രേമിയെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏതൊന്നാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ളത്, ഇവരുടെ മാതൃക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച സുന്നത്ത്, അത് നമുക്ക് സഹാബാക്കൾ കാണിച്ചു തരികയുണ്ടായി. അത് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോഴാണ് നാം യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളായി തീരുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.